പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2026 ഫെബ്രുവരി മാസം 3-ാം തീയതി നമ്മുടെ പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും 3-ാമത്തെ ദിവസം കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചതിനായിട്ട് നമ്മുടെ കരങ്ങളെ ഉയർത്തി നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ രാത്രികാലം നല്ല ഉറക്കം തന്നതിനായിട്ട് നമ്മുടെ കരങ്ങളെ ഉയർത്തി നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ നമ്മളെ ഉണർത്തിയ ദൈവകൃപയ്ക്കായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. കർത്താവെ നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തയേശുവിൽ ഞങ്ങളെ ജയോത്സവമായി നടത്തുന്നത് ഞങ്ങളുടെ പിതാവിന്. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം ചെയ്തേ. സ്തോത്രം 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 സ്തോത്രം. യഹോവ നല്ലവനാകുന്നു, എൻ്റെ കർത്താവിൻ്റെ ദയ എന്നേക്കുമുള്ളതാകുന്നു. ആമേൻ. ഹല്ലേലൂയ. കരമുയർത്തി പറയാം, എൻ്റെ കർത്താവ് നല്ലവനാകുന്നു, എൻ്റെ കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. ആമേൻ ആമേൻ ആമേൻ. താൻ മാത്രം അത്ഭുതങ്ങളെ ചെയ്യുന്ന എൻ്റെ ദൈവമായ യഹോവേ അങ്ങ് വാഴ്ത്തപ്പെടുമാറാകട്ടെ. കരമുയർത്തി പറഞ്ഞ് 72-ാം സങ്കീർത്തനം 18-19 വാക്യങ്ങളിൽ പറയുന്ന പോലെ താൻ മാത്രം അത്ഭുതങ്ങളെ ചെയ്യുന്നവനായി എൻ്റെ ദൈവമായ യഹോവേ അങ്ങ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. കർത്താവിൻ്റെ മഹത്വമുള്ള നാമം എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഭൂമി മുഴുവൻ കർത്താവിൻ്റെ മഹത്വം കൊണ്ട് നിറയുമാറാകട്ടെ. ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് നമ്മുടെ കരങ്ങളെ ഉയർത്തി പ്രാർത്ഥിക്കാം. ഈ ഭൂമി മുഴുവനും കർത്താവിൻ്റെ മഹത്വം കൊണ്ട് നിറയുമാറാകട്ടെ. ഈ ഭൂമി മുഴുവനും കർത്താവിൻ്റെ മഹത്വം കൊണ്ട് നിറയുമാറാകട്ടെ. ഈ ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും 3-ാം നാൾ കരമുയർത്തി പറഞ്ഞ കർത്താവേ ഈ ഭൂമി മുഴുവനും അങ്ങയുടെ മഹത്വം കൊണ്ട് നിറയട്ടെ. ഒരിക്കലോടൊന്ന് പ്രാർത്ഥിച്ച്, പിതാവേ ഈ 3-ാം ദിവസം ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ ഈ ഭൂമി മുഴുവനും അങ്ങയുടെ മഹത്വം കൊണ്ട് നിറയുമാറാകട്ടെ. ഞങ്ങൾ ഒരുമിച്ച് അങ്ങേക്ക് നന്ദി പറയും. നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുക. സ്വർഗീയ പിതാവേ, ഈ 3-ാം ദിവസത്തിനായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്തു. കഴിഞ്ഞ 2 ദിവസം ഞങ്ങളെ അനുഗ്രഹിച്ചു. കർത്താവിന് വലിയ പ്രസൻസ് അനുഭവിപ്പാൻ അങ്ങ് ഞങ്ങളെ സഹായിച്ചു. ഞങ്ങളോടുള്ള പ്രത്യേകമായ ആ ഫേവർ ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തു. ഇന്ന് ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ 3-ാം ദിവസം സ്പെഷ്യൽ ആമേൻ മേഴ്സിയുള്ള ദിവസമാണ്. ഞങ്ങളോടുള്ള പ്രത്യേക കരുണയുടെ ദിവസമാകിയാൽ സ്തോത്രം. അപ്പൻ്റെ പ്രത്യേകമായ കരുണ ഞങ്ങളോട് തോന്നുന്ന ദിവസമാകിയാൽ സ്തോത്രം. ഞങ്ങളിന്ന് അപ്പൻ്റെ പ്രത്യേക മേഴ്സി എക്സ്പീരിയൻസ് ചെയ്യുന്ന ദിവസമാകിയാൽ സ്തോത്രം. ഫാദർ, താങ്ക് യു ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിൻ്റെ നാമത്തിൽ ഈ 3-ാം ദിവസം ദൈവസഭയോട് അങ്ങനെ പ്രത്യേക കരുണ തോന്നുന്ന ദിവസമാകിയാൽ സ്തോത്രം. ഈ പ്രാർത്ഥനയിലും ഉപവാസത്തിലും ആയിരിക്കുന്ന അങ്ങയുടെ കുഞ്ഞുങ്ങളോട് പ്രത്യേകമായ കരുണ തോന്നുന്ന ദിവസമാകിയാൽ സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ രോഗികൾ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. പ്രത്യേകിച്ച് ഈ ഹിപ്പിൻ്റെ അവിടെ, ലെഫ്റ്റ് സൈഡിലെ ഹിപ്പിൻ്റെ അവിടെ ആമേൻ ആമേൻ മിന്നൽ പോലുള്ള വേദനകൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ. അതിനെന്ത് കാരണമാണോ, അതെന്ത് തന്നെയായാലും ഇപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആ വേദന വിട്ടുമാറട്ടെ. ലെഫ്റ്റ് സൈഡിലെ ഹിപ്പിന് ചുറ്റുമുള്ള ആ ഒരു ബുദ്ധിമുട്ട് ഇപ്പോൾ തന്നെ സൗഖ്യമായി തൻ്റെ കുഞ്ഞുങ്ങൾ സ്വതന്ത്രമാകട്ടെ. അതുപോലെ കർത്താവെ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ അങ്ങയുടെ കുഞ്ഞുങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ പ്രത്യേക പ്രൊട്ടക്ഷൻ ഉണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായ കരുതൽ അനുഭവിപ്പാൻ പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുക. ഈ 3-ാം ദിവസത്തിൽ യേശുവിൻ്റെ നാമത്തിൽ ചില അത്ഭുതങ്ങൾ നടക്കട്ടെ. എല്ലാ വന്ധ്യതയുടെ സ്പിരിറ്റും യേശുവിൻ നാമത്തിൽ വിട്ടുമാറട്ടെ. എല്ലാ വന്ധ്യതയുടെ സ്പിരിറ്റിനെയും യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഭർഷിക്കുന്നു. തക്ക സമയത്ത് തലമുറ ഉണ്ടാകട്ടെ. അതുപോലെ കർത്താവേ ആമേൻ, എല്ലാ അടഞ്ഞ വാതിലുകളും യേശുവിൻ്റെ നാമത്തിൽ തുറന്നു വരട്ടെ. നാളുകളായി അടഞ്ഞുപോയ വാതിലുകൾ ഇപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഓപ്പൺ ആകട്ടെ. ജോലി ഓപ്പണായി വരട്ടെ. ആമേൻ. ഫൈനാൻഷ്യൽ സ്രോതസ്സുകൾ ഓപ്പണായി വരട്ടെ. ആമേൻ. കർത്താവേ ദൈവിക നന്മകൾ ശത്രുവിനെ അടച്ചു കളയാൻ പറ്റത്തില്ല. എവിടെയെങ്കിലുമൊക്കെ അടഞ്ഞിരിപ്പുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ നന്മകൾ തൻ്റെ കുഞ്ഞുങ്ങൾക്കായി ഓപ്പൺ ആകട്ടെ. അതുപോലെ ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കൃപ അവരോട് കൂടെ ഇരിക്കണം. ആമേൻ. എല്ലാ ആവശ്യങ്ങളിലും കർത്താവ് സഹായിക്കണമേ. കർത്താവെ ഇന്ന് 3-ാം ദിവസമാണ്. പ്രാർത്ഥനയിലും ഉപവാസത്തിലും ആയിരിക്കുന്ന കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്നു. അങ്ങനെ പ്രത്യേക കരുണ തന്നെ ഞങ്ങളുടെ മേൽ, ഞങ്ങൾ ഓരോരുത്തരുടെ മേലും പകരുന്ന ദിവസമാകിയാൽ സ്തോത്രം. വൈകിട്ടത്തെ മീറ്റിംഗ് അനുഗ്രഹപൂർണ്ണമാക്കി തീർക്കുന്നതിന് നന്ദി. കഴിഞ്ഞ 2 ദിവസം അനുഗ്രഹിച്ചതിന് സ്തോത്രം. അങ്ങ് ചെയ്ത പ്രവൃത്തികൾക്ക് നന്ദി. അങ്ങയുടെ മഹിമ അനുഭവിപ്പാൻ കർത്താവ് സഹായിച്ചതിന് സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമ്മുടെ പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും 3-ാമത്തെ ദിവസമാണ്. പ്രാർത്ഥനയോടുകൂടെ നിങ്ങളെല്ലാവരും ഇന്ന് പകൽക്കാലമായിരിക്കണം. കർത്താവിൻ്റെ ആത്മാവ് ഉള്ളിൽ ഓർപ്പിക്കുന്നത് ഒരു പ്രത്യേക കരുണ
ദൈവസഭയുടെ മേൽ ഇന്ന് വ്യാപരിക്കും. നിങ്ങളുടെ മേൽ ഓരോരുത്തരുടെ മേലും വ്യാപരിക്കും. അതുകൊണ്ട് പകൽക്കാലം വളരെ എക്സ്പെക്റ്റൻ്റ് ആയിരിക്കണം, വളരെ ആഗ്രഹമുള്ളവരായിരിക്കും. ദൈവത്തിൽ നിന്ന് പ്രാപിക്കുവാൻ, കർത്താവിൽ നിന്ന് സ്വീകരിപ്പാനൊക്കെ വളരെ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ ഇരിക്കുക, ദൈവവചനം ധ്യാനിക്കുക, വൈകിട്ട് തക്ക സമയത്ത് മീറ്റിങ്ങിൽ പങ്കെടുക്കുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്ന് സദൃശവാക്യം 18-ാമത്തെ അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. നമുക്കെല്ലാവർക്കും അറിയാവുന്ന വാക്യമാണല്ലോ. അവിടെ പറയുന്നു, യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം, നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കും. ആമേൻ, ആമേൻ. ഇന്ന് പരിശുദ്ധാത്മ പറയും, റൺ ടു ജീസസ്. ഹല്ലേലൂയ, ആമേൻ. ഈ ദൈവരാജ്യത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് പ്രശ്നങ്ങളിൽ നിന്ന് ഓടി ഒളിക്കുന്നതല്ല, മറിച്ച് പ്രശ്നത്തിൻ്റെ നടുവിൽ കറക്റ്റ് സ്ഥലത്തേക്ക് ഓടിച്ചെല്ലുക, അതായത് കർത്താവിങ്കിലേക്ക് ഓടിച്ചെല്ലുക. അതാണ് ഏറ്റവും ഏറ്റവും ജ്ഞാനപരമായ ഒരു പ്രവൃത്തി എന്ന് പറയുന്നത്. ചിലർ പ്രശ്നങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ കൂട്ടുകാരിലേക്ക് ഓടിച്ചെല്ലും, ചിലർ പൈസയുടെ അടുക്കിലേക്ക് ഓടിച്ചെല്ലും, ചിലർ ഭയപ്പെട്ട് ഓടിപ്പോകും, ചിലർ മിണ്ടാതങ്ങിയിരിക്കും. പക്ഷേ വേദോസം നമ്മളോട് പറയുന്നു, നോ, റൺ ടു ദ ലോർഡ്, ദൈവത്തിലേക്ക് ഓടിച്ചെല്ലുക. അവിടെ പറയുന്നു, നെയിം ഓഫ് ദ ലോർഡ് ഈസ് എ സ്ട്രോങ് ടവർ. ആമേൻ. യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം. നമ്മുടെ കർത്താവിൻ്റെ നാമം എന്തോ? ബലമുള്ള ഗോപുരം. ഈ ബൈബിൾ എഴുതുന്ന സമയങ്ങളിൽ ഗോപുരം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അത് ഒരു ഡിഫൻസ് പ്ലേസ്, അതായത് സംരക്ഷണം തരുന്ന സ്ഥലമാണ്, സുരക്ഷിതത്വമുള്ള സ്ഥലമാണ്, നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന സ്ഥലമാണ്. ആമേൻ, ആമേൻ. ഒരിക്കലും ശത്രുവിനെ ഓടിയെത്തുവാൻ കഴിയാത്ത സ്ഥലമാണ്. പണ്ട് കാലങ്ങളിലെല്ലാം ഇങ്ങനെ ഗോപുരങ്ങളുണ്ട്. ആ ഗോപുരത്തിൻ്റെ പ്രത്യേകത എന്താ? ഗോപുരം എന്ന് പറഞ്ഞാൽ അവിടെ നമുക്കൊരു ഡിഫൻസ് ഉണ്ടാകും, നമുക്കവിടെ സേഫ്റ്റി ഉണ്ടാകും, അവിടെ നമുക്ക് ശത്രുവിനവിടെ ഓടിയെത്തുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. യേശു എന്ന നാമം ഒരു മദ്യപാരായണം പറയുന്നത് പോലെ പറയുന്നതല്ല, അല്ലെങ്കിൽ ഒരു ചൊല്ലല്ല യേശു എന്ന നാമം. യേശു എന്ന നാമം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സ്പിരിച്വൽ സെക്യൂരിറ്റി, ഇറ്റ് ഈസ് എ സ്പിരിച്വൽ ഡിഫൻസ്. അതൊരു സ്പിരിച്വലി പറഞ്ഞാൽ അതൊരു നമുക്കൊരു അഭയസ്ഥാനമാണ്, അത് നമുക്ക് സുരക്ഷിതത്വം തരുന്ന സ്ഥലമാണ്, ഒരു ശത്രു എത്താൻ പറ്റാത്ത സ്ഥാനമാണ് യേശു എന്ന നാമം എന്ന് പറയുന്നത്. ആമേൻ. സങ്കീർത്തനക്കാരൻ പറഞ്ഞില്ലേ, ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കും, പക്ഷേ ഞങ്ങളോ ഞങ്ങളുടെ കർത്താവായ യേശുവിൽ ആശ്രയിക്കും. ഇന്ന് പ്രഭാതി പറഞ്ഞാണ്ട്, ഞാൻ എൻ്റെ കർത്താവിൽ ആശ്രയിക്കുന്നത്, ഞാൻ എൻ്റെ കർത്താവിൽ ആശ്രയിക്കുന്നത്, ഞാൻ എൻ്റെ കർത്താവിൽ ആശ്രയിക്കുന്നത്. മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 46 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ഒരു അന്ധനായ ഒരു മനുഷ്യനെ കാണാൻ കഴിയും. അദ്ദേഹം അന്ധനായിരുന്നു, അദ്ദേഹം യാചകനായിരുന്നു, അദ്ദേഹത്തിന് എല്ലാം ലിമിറ്റഡാണ്. കാരണം എന്നാ? യാചകനാണ്, അന്ധനാണ്, അപ്പോൾ എല്ലാം കൊണ്ട് റിജക്റ്റഡാണ്. പിന്നെ റിജക്റ്റഡ് ഫ്രം ദ സൊസൈറ്റി, സമൂഹത്തിൽ നിന്ന് തള്ളപ്പെട്ടത് കൊണ്ടാണല്ലോ അവൻ ഈ അന്ധന്മാരെല്ലാവരോടും ഒന്നിച്ചിരുന്ന് അവൻ യാചിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം ഒരു തീരുമാനമെടുത്തു. യേശുവിനെ കുറിച്ച് കേട്ടപ്പോൾ യേശുവിലേക്ക് ഓടി ചെല്ലുവാൻ തീരുമാനിച്ചു, യേശുവിനെ വിളിച്ചപേക്ഷിക്കുവാൻ തീരുമാനിച്ചു. അവൻ ദാവീദ് പുത്രാ, എന്നോട് കരുണ തോന്നണമെന്ന് പറഞ്ഞു. ആമേൻ. ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ സഭയുടെ മേൽ ഒരു സ്പെഷ്യൽ മേഴ്സി വരും. പ്രാർത്ഥനയോടുകൂടെ ഇരിക്കണം കേട്ടോ. ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവരൊക്കെ പറഞ്ഞു, മിണ്ടാതിരിക്കെ. പക്ഷേ വേദോസം പറയുന്നു, അദ്ദേഹം കാര്യമായിട്ട് നിലവിളിച്ചു, അദ്ദേഹം അധികമായിട്ട് നിലവിളിച്ചു. എന്താ സംഭവിച്ചത്? അവൻ മിണ്ടാതിരുന്നാൽ അത് നമ്മുടെ ജീവിതത്തെ തകർക്കും. അവൻ ദൈവരാജ്യത്തിൽ ദൈവമക്കൾ ചില സമയങ്ങളിൽ മിണ്ടാതിരിക്കണം. പക്ഷെ നിങ്ങളുടെ മുമ്പിൽ ഒരു വിഷയം വരുമ്പോൾ, പ്രയാസം വരുമ്പോൾ, യേശുവുമായിട്ടുള്ള ബന്ധത്തിൽ നിൽക്കുമ്പോൾ അവൻ വിളിച്ചപേക്ഷിക്കാൻ മറക്കരുത്. ഹല്ലേലൂയ. അദ്ദേഹത്തിൻ്റെ കണ്ണ് കാണാൻ കഴിയത്തില്ല, എല്ലാം ലിമിറ്റഡ് ആയിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വോയിസിനെ ആർക്കും സ്റ്റോപ്പ് ചെയ്യാൻ കഴിയത്തില്ല. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? ശബ്ദത്തെ ഒരായുധമാക്കി ഉപയോഗിച്ചു. ഹല്ലേലൂയ. അദ്ദേഹം അവിടെ നിന്ന് നിലവിളിച്ചു. അദ്ദേഹത്തിൻ്റെ വിടുതലിന് വേണ്ടി നിലവിളിച്ചപ്പോൾ എന്തുപറ്റി? യേശു അവിടെ നിൽക്കുവാൻ ഇടവന്നു. യിരെമ്യാവിൻ്റെ പുസ്തകം 33:3 പറയുന്നില്ലേ, ആമേൻ, നിങ്ങൾ എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിങ്ങൾക്ക് ഉത്തരമരലാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ 3-ാമത്തെ ദിവസം പ്രിയപ്പെട്ടവരെ, ആമേൻ, എന്തെങ്കിലും പ്രയാസങ്ങളുടെ നടുവിലാണോ നിങ്ങൾ നിൽക്കുന്നത്? നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ലിമിറ്റേഷൻസ് നിങ്ങളെ പിടിച്ചു വെച്ചിരിക്കുകയാണോ? എന്തെങ്കിലുമൊക്കെ കാരണത്താൽ നിങ്ങളുടെ മനസ്സ് തളർന്നിരിക്കുകയാണോ? ആമേൻ. ഒരു കാരണവശാലും നിശബ്ദരായിരുന്ന് തളരേണ്ട ആവശ്യമില്ല. ഹല്ലേലൂയ. ആമേൻ. യേശുവിലേക്ക് ഓടി വരിക. അവൻ നമ്മുടെ ആശ്രയമാണ്, അവൻ നമ്മുടെ അഭയമാണ്. കഷ്ടകാലത്ത് അവൻ നമുക്ക് ഏറ്റവും അടുത്ത തുണയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യും? അവൻ യേശുവിലേക്ക് ഓടിച്ചെന്നാൽ, യേശുവിനെ വിളിച്ചപേക്ഷിച്ചാൽ എന്ത് പറ്റും? അവൻ നമ്മുടെ ആവശ്യത്തിൻ്റെ മുമ്പിൽ അവിടെ നിൽക്കും, അവൻ നമ്മളെ ശ്രദ്ധിക്കും. ഹല്ലേലൂയ. അതുമാത്രമല്ല, അവൻ ബർത്തിമാസിൻ്റെ ആ ബ്ലൈൻഡ് മാൻ്റെ ആ അന്ധനായ മനുഷ്യൻ്റെ ആ ചരിത്രം മാറിയതുപോലെ കർത്താവ് നമ്മുടെ ചരിത്രത്തെ മാറ്റിത്തരും. അതുകൊണ്ടാണ് എബ്രായർ 4:16 പറഞ്ഞത്, അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ ദൈവത്തിൻ്റെ കൃപാസനത്തിനടുത്തേക്ക് എന്ത് ചെയ്യണം? ഓടി ചെല്ലണം. ദൈവത്തിൻ്റെ കൃപാസനത്തിനടുത്തേക്ക് അടുത്ത് ചെല്ലുക. ഇന്ന് പ്രഭാതത്തിൽ പ്രിയപ്പെട്ടവരെ, ഈ 3-ാമത്തെ ദിവസം പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിടുതലുകളെ അയക്കും.
നിങ്ങളെ പിടിച്ചു വച്ചിരിക്കുന്ന പല പരിമിതികളുണ്ട്, ലിമിറ്റേഷൻസ് ഉണ്ട്. അതിനെയെല്ലാം ബ്രേക്ക് ചെയ്ത് മുന്നേറുവാൻ കർത്താവ് ഇന്നത്തെ പകൽക്കാലം നിങ്ങളെ സഹായിക്കും. ഹല്ലേലൂയ. കരമുയർത്തി പറ, ഞാൻ യേശുവിലേക്ക് അടുത്ത് ചെല്ലുകയാണ്. ആമേൻ, ആമേൻ. യേശുവിൽ നിന്ന് അകന്നു പോവുകയല്ല, അടുത്ത് ചെല്ലുകയാണ്. പറഞ്ഞാണ്ട് യേശു എന്ന നാമം എൻ്റെ സ്ട്രോങ് ടവറാണ്, എൻ്റെ അഭയസ്ഥാനമാണ്, എൻ്റെ ആശ്രയമാണ്, എൻ്റെ സംരക്ഷണമാണ്. ഹല്ലേലൂയ. സ്തോത്രം. പറഞ്ഞാണ്ട് യേശു എൻ്റെ ആ സാഹചര്യത്തിൽ എഴുന്നേറ്റ് വരിക തന്നെ ചെയ്യും. ആമേൻ. ഇന്ന് പകൽ ഒരു വലിയ വിടുതലിൻ്റെ പകലായി മാറട്ടെ. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. എല്ലാവരും കരങ്ങളെ ഉയർത്തി പ്രാർത്ഥിച്ചാണ്ട്, കർത്താവേ, ഈ മൂന്നാമത്തെ ദിവസം ആമേൻ, അങ്ങ് ഞങ്ങളുടെ അഭയമാകിയാൽ സ്തോത്രം, അങ്ങ് ഞങ്ങളുടെ ആശ്രയമാകിയാൽ സ്തോത്രം, അങ്ങ് ഞങ്ങളുടെ ഗോപുരമാകിയാൽ സ്തോത്രം, അങ്ങയുടെ സ്പെഷ്യൽ കരുണ ഞങ്ങളുടെ മേൽ ആമേൻ യേശുവിൻ്റെ നാമത്തിൽ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവേ, ഞാൻ ഇവരെ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഈ മൂന്നാം ദിവസം ദൈവത്തിൻ്റെ സ്പെഷ്യൽ മേഴ്സി ഇവരെ ആമേൻ ഓവർടേക്ക് ചെയ്യുന്നതിനായി സ്തോത്രം. കർത്താവിൻ്റെ കരുണ ഇവരെ മൂടുന്നതിനായിട്ട് സ്തോത്രം. ഇന്ന് വലിയ വിടുതലിൻ്റെ ദിവസമായി മാറ്റിയിരിക്കുന്നതിന് സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കരമുയർത്തി പറഞ്ഞാട്ടെ. ആമേൻ. എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും, എൻ്റെ പാനപാത്രം നിറഞ്ഞു കവിയും, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞങ്ങൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു വരികയും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലസ് യു, God bless you, God bless you.